അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 6, 2003 അമേരിക്കയിലെ ചെസ്നിയിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് ഏകദേശം ഉച്ചക്ക് ഒരു 1:15 ആയിട്ടുണ്ടാവും. കെല്ലി സിസ്ക് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ 4 വയസ്സുള്ള മകനെയും കൊണ്ട് ഒരു ഷോറൂമിലോട്ട് പോയതായിരുന്നു. അതായത് ഒരു സൂപ്പർ ബൈക്കിന്റെ ഷോറൂമിലോട്ടായിരുന്നു കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൈക്കിന്റെ കുറച്ച് പേയ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ കെല്ലി തൻ്റെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സൂപ്പർ ബൈക്ക് മോട്ടോർ സ്പോർട്സ് ഷോറൂമിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടെത്തി. അതിനുശേഷം അവർ TV ഓൺ ചെയ്യാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൊട്ട് മുൻപ് പോയ ആ ഒരു ബൈക്ക് ഷോറൂമിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അതായത് ആ ഒരു ബൈക്ക് ഷോറൂമിൽ ഉണ്ടായിരുന്ന 4 പേരും കൊല്ലപ്പെട്ട നിലയിൽ പോലീസുകാരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ സൗത്ത് കരോളിനയിലെ ഒരു ചെറിയ ടൗണാണ് ചെസ്നി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പട്ടാപ്പകല് ഇത്തരത്തിലുള്ളൊരു വെടിവെപ്പും കൊലപാതകങ്ങളൊക്കെ നടന്നത് കണ്ട് നാട്ടുകാരാകപ്പാടെ ഞെട്ടിത്തെരിച്ച് പോവാണ്. ആ ഒരു വിവരം അറിഞ്ഞ് ആളുകൾ അവിടെ തടിച്ചു കൂടാനും തുടങ്ങി. അതേപോലെ തന്നെ അത് ആ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. ഈ കെല്ലി അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ, അതായത് ഉച്ചക്കൊരു 2:30 ആയിട്ടുണ്ടാവും, അപ്പോഴാണ് എമർജൻസി നമ്പർ ആയിട്ടുള്ള 911 ഒരു കോള് വരുന്നത്. ആ കോള് വിളിച്ച വ്യക്തി ആകപ്പാടെ പതറിയ സൗണ്ടിലായിരുന്നു പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. അതായത് ചെസ്നിയിലത്തെ സൂപ്പർ ബൈക്ക് മോട്ടോർ സ്പോർട്സിന്റെ ഷോറൂമിലാണ് താൻ നിൽക്കുന്നതെന്നും അവിടെയുള്ള എല്ലാവരെയും ആരോ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു ആൾ പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. ആ ഒരു വിവരം പറഞ്ഞ പോലീസ് ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴത്തേനും ഈ വിവരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രൈം സീൻ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനുശേഷം പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ ബൈക്ക് മേർഡേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളൊക്കെ നിറഞ്ഞൊരു കേസ് തന്നെയായിരുന്നു ഇത്. ഏകദേശം 10-13 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കേസിലത്തെ യഥാർത്ഥ കുറ്റവാളിയെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 മിനിറ്റ് ഗ്യാപ്പിലാണ് 4 ജീവൻ നഷ്ടപ്പെട്ടത്. യെസ്, ഒരു ഗൺ ഉപയോഗിച്ചിട്ട് 4 പേരെയും കൊലപ്പെടുത്തിയ ആ ഒരു കൊലപാതകി അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായത് ഏകദേശം 7 മിനിറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നിന്നായിരുന്നു. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്? എങ്ങനെയാണ് പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചത്? അവസാനം എങ്ങനെയാണ് പോലീസുകാർ ആ ഒരു കൊലയാളിയെ പിടികൂടിയത്? അമേരിക്കയെ തന്നെ വിറപ്പിച്ച സൂപ്പർ ബൈക്ക് മേർഡർ കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. സ്കോട്ട് പോണ്ടർ എന്ന് പറയുന്ന 30 വയസ്സുകാരനായിരുന്നു ഈ ഒരു സൂപ്പർ ബൈക്ക് മോട്ടോർ സ്പോർട്സ് ഷോറൂമിൻ്റെ മുതലാളി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. കുറച്ച് നാളുകളായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടായിരുന്നു ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായത്. സ്കോട്ടിനെ കൂടാതെ സ്കോട്ടിന്റെ അമ്മയായിട്ടുള്ള ബെവർലിഗ എന്ന് പറയുന്ന 52-കാരിയും ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രിസ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായം 26 വയസ്സായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് സ്കോട്ടിന്റെ അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ അവിടുത്തെ സർവീസ് മാനേജറും കൂടെ ആയിട്ടുള്ള ബ്രയാൻ ലൂക്കസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായവും 30 വയസ്സായിരുന്നു. അപ്പോൾ ഈ 4 പേരുമാണ് ആ ഒരു ഷൂട്ടൗട്ടിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. അങ്ങനെ പോലീസുകാർ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കെല്ലി സിസ്ക് എന്ന് പറയുന്ന വ്യക്തി 1:15 ടൈമൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഏകദേശം ആളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2:15 ടൈം ആയപ്പോൾ സ്കോട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള മെല്ലീസയെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് കാഷ്വലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്കോട്ടിന് വേറൊരു കോൾ കൂടെ വന്നിട്ടുണ്ട്. ലീ എന്ന് പറയുന്ന ആളുടെ സുഹൃത്തായിരുന്നു അത്തരത്തിലുള്ളൊരു കോളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആൾ വളരെ കാഷ്വലായിട്ട് വിളിച്ചിട്ട് നീ എവിടെയാണ്, എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷോറൂമിലുണ്ട്, അപ്പോൾ തിരക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, നീ എന്തായാലും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ലീ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ ഒരു ഷോറൂമിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2:15 മെലീസയെ സ്കോട്ട് വിളിക്കുന്ന ആ ഒരു സമയത്ത് സ്കോട്ടും ക്രിസും മാത്രമേ ആ ഒരു ഷോറൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ബ്രയാൻ അങ്ങോട്ട് കയറി വരുന്നത്. അതിന് ശേഷം കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോഴാണ് സ്കോട്ടിൻ്റെ അമ്മ അങ്ങോട്ട് എത്തുന്നത്. അവർ സ്ഥിരമായിട്ട് മകനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. സ്ഥിരമായിട്ട് ആ ഒരു ഷോറൂമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ അവർക്ക് എന്തോ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ബാങ്കിൽ പോയിട്ടായിരുന്നു ഏകദേശം ആ ഒരു സമയമായപ്പോഴത്തേനും തിരിച്ചെത്തിയിട്ടുണ്ടായത്. അവരൊക്കെ എത്തിയ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ലീയുടെ കോളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കോളൊക്കെ കട്ട് ചെയ്ത് നേരെ തന്നെ ഈ സ്കോട്ടിന്റെ ഷോറൂമിലോട്ട് വെച്ച് പിടിക്കുകയാണ്. വെറും നിമിഷങ്ങൾക്കകം തന്നെ സ്കോട്ടിന്റെ ഷോറൂമിലോട്ട് ആൾ എത്തുകയും ചെയ്തു.
ആളവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്കോട്ട് അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബ്രയനും അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ സ്കോട്ടിനോടും ബ്രയൻ്റെ അടുത്തും ലീ പറഞ്ഞു, മതി മതി മതി, എന്നെ പറ്റിച്ചത് മതി, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. കാരണം ആള് ചിന്തിച്ചത് ഇവർ രണ്ടുപേരും കൂടെ ആളെ പ്രാങ്ക് ചെയ്യുന്നതാണെന്നുള്ളതായിരുന്നു. എന്നാൽ അവരുടെ അടുത്തെത്തി നോക്കിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന കാഴ്ച ആൾ കാണുന്നത്. അതായത് അവരുടെ ചുറ്റും ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് നേരെ തന്നെ ഒരു ഷോറൂമിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ മെക്കാനിക്കായിട്ടുള്ള ക്രിസ് വർക്ക് ചെയ്യുന്ന ബൈക്കിൻ്റെ അവിടെ ആളും വെടിയേറ്റും മരിച്ചു കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്കോട്ടിൻ്റെ അമ്മ ഉണ്ടല്ലോ, അവർ ആ ഒരു വാഷ്റൂമിൻ്റെ ഫ്രണ്ടിലും വെടിയേറ്റും മരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ട് ആകപ്പാടെ പാനിക്കായ ആൾ ഉടനെ തന്നെ 911 വിളിക്കുകയായിരുന്നു. യെസ്, അയാളാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആദ്യം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളുടെ കോളിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസുകാർ ഉടനെ അങ്ങോട്ട് എത്തിയതും. പോലീസുകാർ അവിടെ എത്തി അവരുടെ പ്രാഥമിക ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും 2 തവണ വെടിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഷോറൂമിൽ മോഷണം നടന്നതിൻ്റെയോ മറ്റോ ഒന്നും ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോഴത്തേനും ഫോറൻസിക് ടീമൊക്കെ വന്നു. അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷോറൂം അരിച്ചു പറക്കുകയാണ്. എന്നിട്ടും അവർക്ക് സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിംഗർ പ്രിൻറ്റോ ഫുട് പ്രിൻറ്റോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് ഈ ഒരു 911 കോൾ ചെയ്ത ലിയെ ആയിരുന്നു പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ആള് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിത്തെറിച്ച് പോവുമായിരുന്നു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോറൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു ലീ സ്കോട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഓഫീസിലുണ്ട്, ഫ്രീ ആണ്, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് ഒരു 8 മിനിറ്റിനുള്ളിൽ ആള് ആ ഒരു ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള 7 മിനിറ്റിലാണ് ഈ 4 കൊലപാതകങ്ങളും ആ ഒരു കൊലപാതകം ചെയ്തതും അവിടെ നിന്ന് എസ്കേപ്പ് ആയതും. യെസ്, വെറും 7 മിനിറ്റിനുള്ളിലാണ് ആൾ ഇത്തരത്തിലുള്ള കൃത്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പോലീസിൻ്റെയും ആരുടെയും കണ്ണിൽ പെടാതെ, നാട്ടുകാരുടെ ആരുടെയും കണ്ണിൽ പെടാതെ, അതും പട്ടാപ്പകൽ നട്ടുച്ച സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് മുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 7 മിനിറ്റ് ടൈം പീരീഡിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളതിനെ കുറിച്ചും കേട്ട് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് ഒരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസിന് ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. കുറച്ച് നേരം മുൻപ്, അതായത് ഈ ഒരു ക്രൈമൊക്കെ നടക്കുന്നതിൻ്റെ ഏകദേശം സിമിലർ ടൈമിൽ അവിടെ ഒരു കപ്പിള് തിരിഞ്ഞു കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആയിരുന്നു അത്. അവരെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ കുറച്ച് ഡ്രഗ് വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുള്ളതും മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ മോഷ്ടിക്കാനോ മറ്റോ വേണ്ടിയിട്ട് അവർ കയറിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. എന്നാൽ ആ ഒരു സംശയം പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ മാറുകയാണ്. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ഷോറൂമിൻ്റെ ടേബിളുമ്പോൾ തന്നെ, അത് ഓഫീസിൻ്റെ ടേബിളുമ്പോൾ തന്നെ ഒരു എൻവലപ്പിൽ നിറച്ച് പൈസ ഇരിക്കേണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷോറൂമിൽ വേറെയും ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്യാഷ് ഒന്നും തന്നെ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കൊലപാതകയുടെ ഉദ്ദേശം മോഷണമല്ല എന്നുള്ളത് പോലീസിന് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരല്ല ഈ ഒരു കൊലപാതകത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ അവർ പോയില്ല. അപ്പോൾ പണത്തിന് വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിവൈരാഗ്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാളുടെ ശത്രുവായിരിക്കും ഇങ്ങനെയുള്ളൊരു കൃത്യം ചെയ്തിട്ടുണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ശത്രുവായിരിക്കും. അങ്ങനെ പോലീസുകാർ ഇവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. എന്നാൽ കൊല്ലാനും മാത്രമുള്ള ശത്രുക്കൾ ആരും തന്നെ ഇവർക്കുള്ളതായിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ വളരെ വിഷമിപ്പിക്കുന്ന വേറൊരു കാര്യം പോലീസുകാർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ മനസ്സിലാക്കിയത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കോട്ടിൻ്റെ വൈഫായിട്ടുള്ള മെലീസ ആ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെയായിരുന്നു സ്കോട്ട് ആ ഒരു ലോകത്തോട് വിടവാങ്ങിയിട്ടുണ്ടായത്. എന്നാലും പോലീസിൻ്റെ സസ്പെക്ട് ലിസ്റ്റിൽ മെലീസ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ ക്ലോസ് സർക്കിളിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം ഇത്തരത്തിലൊരു ക്രൈം ചെയ്തത് എന്നുള്ളൊരു തോട്ടിൽ തന്നെയായിരുന്നു പോലീസുകാർ അപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും മെലീസയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാലും മെലീസക്ക് അതിൻ്റെ ഒരു അയവൊന്നും പോലീസുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനും വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു സ്ത്രീയെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ ആ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ടായിരുന്നത്. അവർ 100% പോലീസുകാരോട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ പോലീസുകാരെ വിളിപ്പിച്ചപ്പോൾ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് മെലീസ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി. അന്നത്തെ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റി. അപ്പോൾ പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു ലീഡ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെലീസ മാറ്റി ആ ഡയപ്പർ കളക്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് DNA സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് സ്കോട്ടിൻ്റെ DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു DNA സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ലാബിലോട്ട് അയച്ചു കഴിഞ്ഞിട്ട് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്.
ആ DNA സാമ്പിള് സ്കോട്ടിൻ്റെ DNA സാമ്പിളുമായിട്ട് മാച്ചായില്ല. പക്ഷേ ആ 4 പേരിൽ ഒരാളുടെ DNA സാമ്പിളായിട്ട് അത് മാച്ചായിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുടെയോ ആയിരുന്നില്ല, ഈ ഒരു സ്കോട്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ബ്രയാൻ്റെ DNA സാമ്പിളുമായിട്ടായിരുന്നു. അപ്പോൾ ഇത് പോലീസിന് എന്താ പറയുക, ഒരു പുതിയൊരു ഇൻവെസ്റ്റിഗേഷനിലൊരു ഓപ്പണിംഗ് കൊടുക്കുകയാണ്. പോലീസുകാർ ഈ ഒരു കാര്യം നേരെ തന്നെ മെലീസയുടെ അടുത്ത് പറയുകയും ചെയ്തു. ഞങ്ങൾക്കറിയാം ഇത് ബ്രയാൻ്റെ കുഞ്ഞാണ്, അല്ലാതെ സ്കോട്ടിൻ്റെ കുഞ്ഞല്ല എന്നുള്ളത്. ഇത് കേട്ടിട്ട് ആകപ്പാടം മെലീസ ക്ഷുഭിതയാവുമായിരുന്നു. അവർ പോലീസിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് തട്ടിക്കയറിയായിരുന്നു. നിങ്ങൾക്ക് എന്തറിയാമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് സ്കോട്ടിൻ്റെ കുഞ്ഞ് തന്നെയാണ്, ബ്രയാനും ഞാനും തമ്മിൽ അങ്ങനത്തെ യാതൊരു ബന്ധവും ഇല്ല, ആൾ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്, നിങ്ങൾ വായ തോന്നിയതൊക്കെ പറയാനാണോ എന്നുള്ള രീതിയിൽ അവർ ആകപ്പാടെ എന്താ പറയുക റേസ് ആവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് 2ാമത് DNA ടെസ്റ്റ് നടത്തിക്കൊള്ളാനായിട്ട് അവർ പറയാണ്. അങ്ങനെ വീണ്ടും പോലീസുകാർ DNA ടെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു കുഞ്ഞിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ വീണ്ടും അവർ ഈ ഒരു സാമ്പിളും കാര്യങ്ങളും ലാബിലോട്ട് അയച്ച് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴും ബ്രയാൻ്റെ DNA സാമ്പിളുമായിട്ടായിരുന്നു ആ ഒരു കുഞ്ഞിൻ്റെ DNA മാച്ചായത്. അതിനുശേഷം പിന്നെ ഇൻവെസ്റ്റിഗേഷനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് മെലീസയെ പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസുകാർ വിളിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയില്ല. ഒരു ലോയറില്ലാതെ എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലായിരുന്നു അവർ മറുപടി പറഞ്ഞത്. ഇതുകൂടെയൊക്കെ ആയപ്പോൾ മെലീസയുടെ മേലുള്ള സംശയം കൂടുകയായിരുന്നു പോലീസിനെ. മെലീസ എന്തൊക്കെ തന്നെ താനും ബ്രയാനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അസംഷനിലോട്ടാണ് പോലീസുകാർ എത്തിയത്. പക്ഷേ അവർക്ക് ആ ഒരു സമയത്തുണ്ടായ മറ്റൊരു ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു വെടിവെപ്പിൽ ബ്രയാനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും ഒരു പോയിന്റ് ആണല്ലോ. അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു മെലീസ എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചും കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു ബ്രയാനും മെലീസയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചും കേട്ട് അവർക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിലും അവരെയും ഈ ഒരു കൊലപാതകത്തെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ ഈ ഒരു സൂപ്പർ ബൈക്ക് മർഡർ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പോലീസുകാർ പലതരത്തിൽ തലകുത്തി നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് ഇവർ DNA കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഈ ബെവർലി എന്ന് പറയുന്ന സ്കോട്ടിൻ്റെ അമ്മയുടെ DNAയും അതേപോലെ തന്നെ സ്കോട്ടിൻ്റെ DNAയും കൂടെ മാച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് രണ്ടും മാച്ചായില്ല. അപ്പോൾ ഈ ഒരു ബെവർലിയുടെ മകനല്ലായിരുന്നു സ്കോട്ട് എന്നുള്ളൊരു അസംഷനിലോട്ടാണ് അവരെത്തിയത്. എന്നാൽ അതിനുശേഷം അവരെല്ലാ DNA ഇതേപോലെ തന്നെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ബ്രയാൻ്റെ DNAയും അതേപോലെ തന്നെ ബെവർലിയുടെ DNAയും തമ്മിൽ മാച്ച് ആവുകയാണ്. അതുകൂടാണ്ട് അപ്പോൾ പോലീസിനെ ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പോൾ അവർ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം അവർ എല്ലാം ഒന്നുകൂടെ ക്രോസ് വെരിഫൈ ചെയ്യാണ്. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്കോട്ടിൻ്റെയും ബ്രയാൻ്റെയും ബോഡി അടുത്തടുത്തായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അവർ DNA സാമ്പിളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാർക്ക് ചെയ്ത സമയത്ത് തിരിഞ്ഞു പോയതായിരുന്നു. യെസ്, ആദ്യം തുടങ്ങി മെലീസ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന്. ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ സ്കോട്ടിൻ്റെ തന്നെ ആയിരുന്നു. ഇവരും ബ്രയാനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു. വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ പോലീസുകാരുണ്ടാക്കിയ, അതായത് അവരുടെ ഭാഗത്തു നിന്നൊന്നൊരു മിസ്റ്റേക്കിൻ്റെ പേരിലായിരുന്നു ആ ഒരു സ്ത്രീയെ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് ഇത്രയും നാൾ പോലീസുകാർ നോക്കി കാണുന്നുണ്ടായത്. അങ്ങനെ ഈ ഒരു മേഡറിനും മെലീസക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് 100% പോലീസുകാർക്ക് ഉറപ്പാവുകയാണ്. അതിനുശേഷം അവർ രണ്ടാമത് ആദ്യം തുടങ്ങിയിട്ട് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഇത്തവണ ഇവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കെല്ലി സിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ, അവരുടെ അടുത്ത് നിന്നായിരുന്നു. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് ഫണ്ടിൻ്റെയും കാര്യങ്ങളുടെ സെറ്റിൽമെൻറ്റ് തീർക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞ് TV വെച്ചപ്പോഴാണ് ഈ ഒരു ന്യൂസ് കാണുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരുന്നു എന്നുള്ള കാര്യം ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊന്ന് ആലോചിച്ചിട്ടൊരു കാര്യം പറയാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ഒരു വിയേർഡായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അതായത് അത് സമ്മർ ടൈം ആയിരുന്നെന്നുണ്ടെങ്കിലും ആ ഒരു ഷോറൂമിൻ്റെ അകത്ത് ലെതർ ജാക്കറ്റൊക്കെ ധരിച്ചിട്ടായിരുന്നു ആളുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതൊരു ബൈക്ക് ഷോറൂം ആയിരുന്നു, ഒരു സൂപ്പർ ബൈക്ക് ഷോറൂം ആയിരുന്നു എന്നുണ്ടെങ്കിലും ബൈക്കിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ഒരാളായിരുന്നു അത്. അതായത് അവർ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിൽ നിന്നും ആൾക്ക് ബൈക്കുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കെല്ലിയുടെ സഹായത്തോടു കൂടിയിട്ട് പോലീസുകാർ ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ വരച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഒരു സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാണ്. എന്നിട്ടും പോലീസിന് ആ ഒരു കൊലപാതകയോ അല്ലാന്നുണ്ടെങ്കിൽ ലെതർ ജാക്കറ്റ് ധരിച്ചു വന്ന അയാളെയോ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല.
സോ ഈ ഒരു 4 കൊലപാതകങ്ങൾ നടന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞ് ഇതൊരു കോൾഡ് കേസായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഈ ഒരു കേസിന് യാതൊരു തെളിവില്ലാതെ ഇതിന് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം ആ ഒരു കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞൊരു 13 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2016 ആ കേസിന് വലിയ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണ്. ആ കൊലപാതകയെ പോലീസുകാർ പിടികൂടുകയും ചെയ്തു. പക്ഷേ വേറൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൻ്റെ പേരിലായിരുന്നില്ല ആ കൊലപാതകയെ പോലീസുകാർ പിടികൂടിയത്. യെസ്, 2016 നവംബർ 3 സൗത്ത് കരോലിനയിലെ ഒരു സീരിയൽ കില്ലറെ പോലീസുകാർ പിടികൂടായിരുന്നു. അപ്പോൾ ആളിത്തിരി സൈക്കോ സ്വഭാവമുള്ള ഒരാളായിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര വേർഡായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ പല കൊലപാതകങ്ങൾ ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആളെ പിടികൂടിയപ്പോൾ പോലീസുകാർ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആൾ ഒരു കൺഫെഷൻ നടത്തുന്നത്. നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചിട്ടും യാതൊരു തെളിവും കിട്ടാണ്ട് എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ വഴിമുട്ടി നിൽക്കുന്ന ആ ഒരു കേസില്ലേ, സൂപ്പർ ബൈക്ക് മേർഡർ കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കേസ്, ആ കേസിലത്തെ കൾപ്രിറ്റ് ആരാണെന്നറിയും, അത് ഞാനാണ്. അങ്ങനെയുള്ളൊരു കാര്യം ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. പോലീസുകാർ ആദ്യമൊന്ന് ഷോക്കായി. എന്നാലും ഇയാൾ പിന്നെയും ഒരു ഫെയിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും എന്നുള്ളൊരു തോട്ടിലോട്ടാണ് പോലീസുകാർ ആ ഒരു സമയത്ത് എത്തിയത് കേട്ടോ. അതായത് സീരിയൽ കില്ലേഴ്സിൻ്റെ ഒക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർ വെറൈറ്റി ആയിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൺഫസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അല്ല സൂപ്പർ സീരിയൽ കില്ലറാണ് എന്നുള്ള ഒരു തരത്തിൽ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ അത് അവർക്ക് അങ്ങനെയുള്ളൊരു ഹൈ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇയാൾ ഇത്തരത്തിലുള്ളൊരു കഥ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും എന്നായിരുന്നു പോലീസുകാർ ഇയാൾ ഒരു കൺഫഷൻ നടത്തിയ ആ ഒരു ടൈമിൽ കരുതിയത്. എന്നാൽ അതിനുശേഷം ഇയാൾ ആ ഒരു ക്രൈം സീനിൻ്റെയും അതേപോലെ തന്നെ പോലീസുകാരെ മീഡിയയിലേക്കൊന്നും പുറത്ത് വിടാത്ത ഡീറ്റെയിൽസിനെ കുറിച്ചും, അതേപോലെ എങ്ങനത്തെ ബുള്ളറ്റാണ് യൂസ് ചെയ്തത്, എവിടെയൊക്കെയാണ് ബോഡി കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പോലീസിൻ്റെ അടുത്ത് ഇയാൾ വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ഈ ഒരു വിവരണമൊക്കെ കേട്ടപ്പോൾ പോലീസിന് ഇയാൾ തന്നെയാണ് കുറ്റവാളി എന്നുള്ള കാര്യം മനസ്സിലാക്കാനും സാധിച്ചു. യെസ്, ആ ഒരു കൊലപാതകം നടന്ന് ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം പോലീസുകാർ വേറൊരു കേസിൽ ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ നടത്തിയ ഒരു കൺഫെഷനിൽ നിന്നാണ് ഈ ഒരു മേർഡറെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അയാളുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോഡ് കോൾഹെപ്പ് എന്നായിരുന്നു. ആമസോൺ റിവ്യൂ കില്ലർ എന്നുള്ള പേരിലാണ് ആൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടായത്. നമ്മൾ ആളെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടെയെങ്കിലും ആ ഒരു വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു ടോഡിൻ്റെ അടുത്ത് എന്തിനാണ് നീ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ ആ ഒരു കഥ പറയാനായിട്ട് തുടങ്ങി. 2003 ഈ സ്കോട്ടിൻ്റെ ഷോറൂമിലോട്ട് ആൾ ചെന്നിട്ടുണ്ടായിരുന്നു. ഒരു സുസുക്കിയുടെ ബൈക്ക് വാങ്ങാനായിട്ടായിരുന്നു ആൾ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ അവിടെ എത്തിയ ആൾ ബൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം ആൾ കൊണ്ടുപോയി. എന്നാലും ആൾക്കത് യൂസ് ചെയ്യാനൊക്കെ ഒരു പിടുത്തുണ്ടായിരുന്നില്ല. ആൾക്ക് ബൈക്കുമായിട്ടൊന്നും വലിയൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നത് കാരണം തന്നെ അതുമായിട്ടൊരു ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ബൈക്ക് റിട്ടേൺ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ആൾ എത്തുകയാണ്. അതിനുശേഷം ആൾ ഷോറൂമിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഈ സ്കോട്ടായിക്കോട്ടെ, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ജീവനക്കാരായിക്കോട്ടെ, എല്ലാവരും അയാളെ എന്താ പറയുക, ബൈക്കൊന്നും നോക്കാൻ അറിയാത്തതിൻ്റെ പേരിലൊക്കെ പുച്ഛിച്ചു വിടായിരുന്നു. അതായത് ആളെ കളിയാക്കുന്ന പോലെ ആൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സിലൊക്കെയാണ് ആൾ നേരെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ആ ഒരു ബൈക്ക് റിട്ടേൺ ചെയ്യുന്നതിന് മുൻപ് ആ ബൈക്ക് മോഷണം പോവായിരുന്നു. യെസ്, അതും ആ ഒരു ബൈക്ക് ഈ സ്കോട്ടിൻ്റെ ഷോറൂമാർ ഡെലിവറി ചെയ്ത അതേ സ്പോട്ടിൽ നിന്ന് തന്നെയായിരുന്നു ആ ബൈക്ക് മോഷണം പോയിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ടോഡ് ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെന്തായാലും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ചു തരണമല്ലോ. അപ്പോൾ അത് തരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഒരു ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ കരുതിയിട്ട് ഇവർ തന്നെയായിരിക്കും ആ ഒരു ബൈക്ക് മോഷ്ടിച്ചതെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു ചിന്ത ഇയാളുടെ ഉള്ളിൽ വരികയാണ്. ആദ്യം അയാളത് കാര്യമാക്കില്ല എന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ പിന്നെ വരികയാണ്. ആളെ പുച്ഛിച്ചതും അതേപോലെ തന്നെ ആളുടെ ബൈക്ക് മോഷ്ടിച്ചതും ഒക്കെ ഇവരാണ്. അപ്പോൾ ഇവരോട് പകരം ചോദിക്കണം എന്നുള്ള ആ ഒരു ദേഷ്യം ഇയാളുടെ ഉള്ളിൽ വന്നു. അങ്ങനെ ആ ഒരു പ്രാന്തായിട്ട് മാറി. അങ്ങനെ ഇവരെ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു ആൾ അന്നത്തെ ദിവസം ആ ഒരു ബൈക്ക് ഷോറൂമിലോട്ട് എത്തിയത്. തനിക്ക് വേറൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ആൾ ആ ഒരു ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ടായത്.
അപ്പോൾ കെല്ലി ആ ഒരു ഷോറൂമിലുള്ള ടൈമിൽ തന്നെയാണ് ടോഡ് ഷോറൂമിലോട്ട് വരുന്നത്. അപ്പോൾ അയാൾ സംസാരിക്കുന്നതിൽ നിന്നും ബൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ നിന്നൊക്കെ അയാൾക്ക് ബൈക്കുമായിട്ട് വലിയൊരു ബന്ധമില്ല എന്നുള്ളത് ഈ ഒരു കെല്ലി മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ആള് വളരെ വിയേർഡായിട്ട് ആ ഒരു ചൂട് സമയത്ത് ലെതർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ധരിച്ചു വന്നതുകൊണ്ട് ആ ഒരു ലൈക്ക് ശ്രദ്ധിക്കുമല്ലോ, ഓടായിട്ട് നിൽക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ, അങ്ങനെ ഇയാളെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോവായിരുന്നു. അപ്പോൾ ഈ ടോഡാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ക്ലയൻസ് എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്ലയൻസ് എല്ലാവരും പോയി. പക്ഷേ ആ ഒരു ഷോറൂമിലോട്ട് ഈ ഒരു സ്കോട്ടിൻ്റെ അമ്മയും വന്നു, ബ്രയാനും വന്നു. അപ്പോൾ എല്ലാവരും ആളുടെ കൺമുന്നിൽ കിട്ടിയല്ലോ. ആ ഒരു സമയത്ത് ആൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗണ്ണെടുത്തിട്ട് വളരെ പെട്ടെന്ന് 4 പേരെയും എന്താ പറയുക പടപടപട എന്ന് പറഞ്ഞൊരു ഷൂട്ട് ചെയ്യായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഓരോ തവണ ഷൂട്ട് ചെയ്തു ആദ്യം. അതിനുശേഷം ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അടുത്തോട്ട് നടന്നു പോയിട്ട് അവരുടെ ഒക്കെ തലയിൽ വെടിവെച്ചു. അവർ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാക്കി അതിനുശേഷം വളരെ കാമായിട്ട് അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ആ ഒരു 7 മിനിറ്റിൻ്റെ ഇടയിലാണ് ആൾ ചെയ്ത് തീർക്കുന്നത്. യെസ്, ലീ ഈ ഒരു സ്കോട്ടിനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷമാണ് ഈ ക്രൈമും കാര്യങ്ങളൊക്കെ നടക്കുന്നതും ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതും. അതിനുശേഷം ആ ഒരു 8ാമത്തെ മിനിറ്റിൽ ലീ വന്ന് നോക്കിയപ്പോൾ ഈ അതിദാരുണമായിട്ടുള്ള ക്രൈം സീൻ തന്നെയായിരുന്നു ആൾ കണ്ടത്. ഈ ഒരു ടോഡിനെ എങ്ങനെ പിടികൂടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷനിലാണ് പോലീസുകാർ പിടികൂടിയത്. അപ്പോൾ ഓൾറെഡി ആൾ ഈ ഒരു 4 കൊലപാതകങ്ങൾ കൂടാതെ 3 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കേല ഇതേപോലെ തന്നെ ഒരു സ്ഥലത്തോട്ട് ആൾ കൊണ്ടുപോയിട്ട് ഒരു ശവകുടീരം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു കുഴിച്ചിട്ടൊരു സ്ഥലം, ശവം കുഴിച്ചിട്ടൊരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. അത് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ചാർലിയുടെ ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് 2 ഇതേപോലെ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. അതിന് മുൻപ് അയാൾ ഇതേപോലെ തന്നെ ട്രാപ്പിൽ പെടുത്തിയിട്ടുള്ള വേറൊരു കപ്പിളിൻ്റെ ആയിരുന്നു. അതായത് ഇയാൾ വലിയൊരു എസ്റ്റേറ്റിലാണോ താമസിക്കുന്നത്. ഇയാൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. 10-95 ഏക്കർ വലിപ്പമുള്ള വലിയൊരു എസ്റ്റേറ്റിലായിരുന്നു ആൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾ ഇതേപോലെ തന്നെ ആദ്യം ഒരു കപ്പിളിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായത്. അതിനുശേഷം അവർ വന്ന സമയത്ത് തന്നെ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡിനെ ആൾ സ്പോട്ടിൽ വെടിവെച്ച് വന്നു. അതിനുശേഷം ആ ഒരു പെണ്ണിനെ തടവിൽ വെച്ചിട്ട് ഏകദേശം 2 വീക്കോളം റേപ്പ് ചെയ്യായിരുന്നു. അതിനുശേഷം ആ പെണ്ണിനെയും കൊന്നിങ്ങേറ്റ് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു കേലയും അവരുടെ ഹസ്ബൻഡും വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ക്ലീനിങ് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നേരത്തെ മർഡർ ചെയ്ത പോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനെയും ആൾ കൊലപ്പെടുത്തി. അതിനുശേഷം ഈ ഒരു സ്ത്രീയെ ബേസ്മെന്റിൽ വെച്ച് കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്യായിരുന്നു. അതിനുശേഷം ഈ ഒരു സ്ത്രീയെയും ഇതേപോലെ തന്നെ തടങ്കലിൽ പാർപ്പിച്ചിട്ട് റേപ്പ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പോലീസുകാർ ഇയാളെ കണ്ടെത്തുന്നതും അതേപോലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയൊക്കെയാണ് ക്രൈം ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രൈമിനെ കുറിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സൂപ്പർ ബൈക്ക് മർഡർ കേസ് എന്ന് പറയുന്ന കേസ് വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചൊരു കേസായിരുന്നു. ആ ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.